ഞങ്ങളുടെ നാട്ടിലെ പണ്ട് തേയിലത്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പലരും ഇപ്പോൾ വിശ്വസിക്കത്തില്ല. പക്ഷെ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. എൻ്റെ വല്യപ്പച്ചനുമൊക്കെ തേയിലത്തോട്ടത്തിൽ ജോലിയായിരുന്നെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പല വീടുകളിലും പെരുന്നാട്ടിലൊക്കെ ഇപ്പോഴും ഈ ചക്കയൊക്കെ ഇളക്കാനുള്ള തുടുപ്പെന്ന് ഞങ്ങൾ പറയും, ഒരു കമ്പ്. അതൊന്നിൽ കാശാവിൻ്റെയോ അല്ലെങ്കിൽ തേയിലയുടെയോ ആണ്. ഒത്തിരി വർഷങ്ങളായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് മണിയാർ ഡാമിലേക്കാണ്. എന്നിട്ട് തേയില ഫാക്ടറി നമുക്ക് കാണാം. അതിനുശേഷം അവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജുണ്ട്, അതും നമുക്ക് കാണാം. ഈ മണിയാർ ഡാം എന്ന് പറയുന്നത് മണ്ണാറക്കുളഞ്ഞി ചാലക്കയം റോഡിൽ വടശ്ശേരിക്കര പെട്രോൾ പമ്പിൻ്റെ അവിടുന്ന് നേരെ ചിറ്റാറിന് പോകുന്ന റോഡിൽ മണിയാർ KAP ക്യാമ്പ് കഴിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞാണ് ഡാമിലേക്ക് പോകുന്ന വഴി. ഇപ്പോൾ നമ്മൾ ഡാമിലേക്ക് പോകുന്ന വഴിയിലൂടെയാണ് പോകുന്നത്. വഴി മോശമാണ്, പക്ഷേ വണ്ടി പോകാത്ത വഴിയൊന്നുമല്ല, എല്ലാ വണ്ടിയും പോകും. ഇതിപ്പോൾ ഒരു ആൾട്ടോ കാറാണ്, ഒരു കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. നമ്മളിങ്ങനെ ചെന്ന് ആ ഡാമിലേക്കാണ് ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. സത്യത്തിൽ ഈ ഇവിടെയൊക്കെയുള്ള ആളുകൾക്ക് വന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഇടമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. പണ്ട് ഇവിടെ ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു, പക്ഷേ അതെല്ലാം കാട് കയറി നശിച്ചു പോയി. ഈ മുമ്പിൽ കാണുന്നതാണ് മണിയാർ ഡാം. നമുക്കതിൻ്റെ മുകളിൽ കൂടെ ചെറിയ വാഹനങ്ങളൊക്കെ പോകും. നമുക്ക് അങ്ങനെ പോകാം. മനോഹരമാണ് ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കാൻ. ഞങ്ങൾ ചിലപ്പോഴൊക്കെ ഇവിടെ വരാറുണ്ട്. വന്നിങ്ങനെ വണ്ടി ഇവിടെ നിർത്തിയിട്ട് കുറച്ച് സമയം ഇവിടെ നിന്ന് ഈ കാഴ്ചകളൊക്കെ കാണും. മനസ്സിനൊരു കുളിർമയാണ്. എല്ലായിടത്തും പച്ചപ്പ്, പിന്നെ ഈ കാണുന്ന വെള്ളവും ഒക്കെയാണ്. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിലെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റാണ്. അതായത് സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. AVT എന്നുള്ള ബോർഡ് നിങ്ങൾ കണ്ടല്ലോ. ഇത് AVTയുടെ തോട്ടമാണ്, റബ്ബർ എസ്റ്റേറ്റ് ആണ്. പണ്ട് ഈ ഭാഗങ്ങളൊക്കെ ഒരുപക്ഷെ തേയില ആയിരുന്നിരിക്കണം. 2 തേയിലത്തോട്ടങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഒന്ന് പെരുന്നാട് ഭാഗത്ത് കാണുന്ന ഹാരിസണിൻ്റെ എസ്റ്റേറ്റ്, ഇപ്പോൾ അത് റബ്ബർ എസ്റ്റേറ്റ് ആണ്. ഹാരിസണിൻ്റെ തേയില മൗണ്ടൻ മിസ്റ്റ് എന്നായിരുന്നു, ഇപ്പോഴും അതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. പിന്നെ ഈ ഭാഗത്തൊക്കെ ഉള്ളത് AVTയുടെ തോട്ടമായിരുന്നു. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന തേയില ഫാക്ടറി അത് AVTയുടെ ഫാക്ടറി ആയിരുന്നു. റോഡ് അല്പം മോശമാണ്, എന്നാലും കുഴപ്പമില്ല, വണ്ടിയൊക്കെ പോകും. ഇവിടെ തൊട്ട് താഴെയാണ്, ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഈ ഹാങ്ങിങ് ബ്രിഡ്ജ്, തൂക്കുപാലം കാണുന്നത്. എനിക്കതിൽ കയറാൻ കുറച്ച് പേടിയായതുകൊണ്ട് ഞാൻ കയറാറില്ല. പക്ഷേ എൻ്റെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഇറങ്ങി അതേ കയറി അങ്ങോട്ട് പോവുകയും ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്തു. അതേ കയറി അപ്പുറത്ത് ചെന്നാൽ അവിടെയും റോഡാണ്. ആ ദൂരെ കാണുന്നതാണ് തേയില ഫാക്ടറി. നമുക്ക് അതിൻ്റെ അടുത്തുകൂടെ കാണുന്ന റോഡിലൂടെ നമുക്ക് പോകാം. നമുക്ക് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇതാണ് തൂക്കുപാലം. കയറി യാത്ര ചെയ്യാൻ നല്ലതാണ്, നല്ല ഭംഗിയാണ്. കുറച്ച് സമയമൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ വളരെ നല്ല ഒരു സ്ഥലമാണ്. തൂക്കുപാലം ഞാൻ ശരിക്കും ഒന്നുകൂടെ കാണിക്കാം. എൻ്റെ ഒരാൾ പോകുന്നത് കണ്ടോ, കൈ പോലും പിടിക്കാതെ ധൈര്യമായിട്ട് നടന്നു പോവാം. 3-4 പേരൊക്കെ കയറാമെങ്കിൽ ചെറിയ കുലുക്കമുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 5 പേരിൽ കൂടുതൽ ഒരേ സമയം ഇവിടെ കയറാൻ പാടില്ല, അങ്ങനെ എന്തോ ഉണ്ട്. പെരുന്നാട് എസ്റ്റേറ്റ് സ്വിംഗ് ബ്രിഡ്ജ് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. 1926 നിർമ്മിച്ചത്. 1926 ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതാണ്. പിന്നെ ഇത് റെനോവേറ്റ് ചെയ്തതായിരിക്കണം. ഞാനാണെങ്കിൽ അതിലൊന്ന് കയറിയായിരുന്നു, പക്ഷേ കൈയൊക്കെ പിടിച്ച് ബലം പിടിച്ച്, എന്നിട്ടും എനിക്ക് നദിയുടെ നടുക്ക് വരെ പോലും പോകാൻ പറ്റില്ല. ഞാൻ തിരിച്ചു പോന്നു. 1926 നിർമ്മിച്ച പാലം 100 വർഷം തികയാൻ പോകുന്നു. ഓ ഗ്രേറ്റ്. ഇതാണ് നമ്മ പറഞ്ഞ തേയില ഫാക്ടറി, AVTയുടെ തേയില ഫാക്ടറിയുടെ അവിടെ ബോർഡുണ്ട്, AVT പെരുന്നാട് എസ്റ്റേറ്റ് മെയിൻ ഫാക്ടറി. ഇപ്പോൾ ഫാക്ടറി എന്ന് പറയുന്നത് റബ്ബർ ഫാക്ടറിയാണ്. നേരത്തെ അത് തേയില ഫാക്ടറി ആയിരുന്നു, ഇപ്പോഴാണ് റബ്ബറിൻ്റേതായത്. ഇതൊക്കെ പണ്ടുള്ള ആളുകൾ പറഞ്ഞുള്ള അറിവാണ്.
ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ തിരുത്തുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ഇടണം. ഇതാണ് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന തേയില ഫാക്ടറി. പെരുന്നാട്ടിൽ തേയിലത്തോട്ടം ഉണ്ടായിരുന്നു എന്ന് ഓർമ്മയുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടോ? ഈ പെരുന്നാട് ഭാഗത്തുള്ള മണിയാർ ഭാഗത്തുള്ള AVTയുടെ തോട്ടമോ അല്ലെങ്കിൽ ഹാരിസണിൻ്റെ മൗണ്ടൻ മിസ്റ്റിൻ്റെ തോട്ടമോ അതൊക്കെ ഓർമ്മയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടണേ.